ഈസ് ഫാമിലി എ ക്രിയേഷൻ ഓഫ് ഗോഡ്? കുടുംബം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണോ? ദൈവം സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണോ എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കണം. അത് നമ്മുടെ സ്വയബുദ്ധിയിൽ ഉണ്ടാക്കിയതാണോ? അത് ഈ കാലങ്ങളിൽ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ദൈവം സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ച ഉൽപ്പത്തിയിലോട്ടൊന്ന് നോക്കുമ്പോൾ ആദ്യ ഭാഗം, നമ്മൾ ഈ വാല് തലയും തല വാലുമാകാന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, അങ്ങനെ പോയാൽ ശരിയാത്തില്ല. ആരെങ്കിലും ഒരാൾ സത്യം വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു പറയുകയാണ്, ഏതായാലും ഇത്ര പ്രായം ദൈവം എന്നെ നിർത്തിയല്ലോ, അതിൻ്റെ വിശ്വസ്തതയെങ്കിലും ദൈവത്തിന് വേണ്ടി നമുക്ക് വായിക്കാം. ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം എല്ലാം സൃഷ്ടിച്ച് വാഗൊണ്ട് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞ് 6-ാം ദിവസം അവസാനം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്താണ്? എൻ്റെ സ്വരൂപത്തിൽ. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസും മുടിയും രൂപവും ഒക്കെയാണ് നമ്മുടെ മക്കൾക്കുള്ളത്. ദാറ്റ് ഈസ് ജനറ്റിക്കലി, ദാറ്റ്സ് ഹൗ ഗോഡ് ഡിസൈൻ. ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ആദവും. അവരുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. പാപികളായിട്ട് ജീവിച്ച് പാപലോകത്തിൽ കഴിയുന്ന നമുക്ക് സ്വർഗത്തിൻ്റെ നന്മയോ അതിൻ്റെ വിശുദ്ധിയോ മനസ്സിലാക്കണമെങ്കിൽ സ്വർഗത്തിൽ കയറി ചെല്ലണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ പെർസെപ്ഷൻ തന്നെ മാറിപ്പോയി. എന്നിട്ട് എന്താ പറയുക, സ്വരൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അവർ സമുദ്രത്തിലെ മത്സ്യങ്ങൾ, ആകാശത്തിലെ പർവ്വജാതി മൃഗങ്ങളെ, സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിക്കളെയും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് തന്നെയാണ് സങ്കീർത്തനം 8 പറയുന്നത്. എല്ലാത്തിനെയും അടക്കി വാഴുക. എന്തിന് കഴിവില്ലാത്ത കുറേ മനുഷ്യന്മാർ. നമുക്ക് എല്ലാത്തിനും കണ്ട പേടിയല്ലേ? ക്രിസ്ത്യാനിയെക്കാട്ടി പേടിയാണ് മറ്റുള്ളവർക്ക്. എന്ത് കണ്ടാലും പേടിയാണ്. ഒരു പൂച്ചക്കാരന് മുമ്പിൽ ചാടിയാൽ പേടിയാണ്. ചൊവ്വാഴ്ച ദിവസം ഇറങ്ങിയാൽ പേടിയാണ്. വെള്ളിയാഴ്ച ദിവസം കയറി വന്നാൽ പേടിയാണ്. ഒരു മരം അപ്പുറത്ത് നട്ടാൽ പേടിയാണ്. എല്ലാം പേടിയല്ലേ? എല്ലാം പേടിയല്ലേ? എന്തിനാ പേടിയില്ലാത്ത? എങ്ങനെ ജീവിക്കും നമ്മൾ? ഇതുമെല്ലാം ദൈവം സൃഷ്ടിച്ചാണ്. കർത്താവ് പറയുന്നത് ഇതെല്ലാം അടക്കി നീ ഭരിക്കുക. എത്ര പേർക്കറിയാം അടക്കി? എത്ര പുരുഷന്മാർ അധികാരത്തോടെ കമാൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരുമില്ല. അതൊക്കെ വിശുദ്ധമായ കൃപ, ഡിവൈൻ ഓർഡൈൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് ഇതൊക്കെ. ഇത് ആത്മാവില്ലാത്തവർക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. എന്നിട്ട് എല്ലാം അടക്കി വാഴയ്ക്ക് എന്തിനാ? ഇവ എല്ലാത്തിനും അടക്കി വാഴട്ടെ. 8-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. ഇത് തന്നെ, ദൈവം തന്നെക്കാട്ട് അല്പം മാത്രം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, അവനെക്കാട്ട് അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മളെ നിറച്ചിരിക്കുന്നു. എന്തിന്? സകലത്തിനെയും അടക്കി വാഴുവാൻ. സങ്കീർത്തനം 8 എടുത്ത് വായിച്ചു നോക്കാം. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നിർത്താം അവിടെ. എങ്ങനെ സൃഷ്ടിച്ചെന്നാ പറഞ്ഞ്? ആണും പെണ്ണുമായി. ആദത്തിൻ്റെ ഉള്ളിൽ അവ്വായ ഉണ്ടായിരുന്നു, പുറത്തല്ല. ആദത്തിനുള്ളിലുള്ള അവ്വായെ ആദം തനിച്ചിരിക്കുന്നത് നല്ലതല്ലെന്നും ഒരു കമ്പാനിയൻഷിപ്പ് വേണമെന്നും ഒരു ഹെൽപ്പ് മീറ്റ് ആദത്തിന് ചേർന്നത് വേണമെന്നും അറിഞ്ഞിട്ട് ദൈവം ആദത്തിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത ഒരു വ്യക്തിയാണ് അവ്വ. ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കിയിട്ടില്ല. ഞാൻ ആദത്തിനകത്തുനിന്നാ പുറത്ത് വന്നതെങ്കിൽ, ആദം ദൈവത്തിൽ നിന്നാ പുറത്ത് വന്നതെങ്കിൽ ദൈവത്തോടുള്ള ആ സ്നേഹബന്ധം ഒരിക്കലും മാറില്ല. ആദ്യമേ തെറ്റിയല്ലോ, പിന്നെ എങ്ങനെ അവ്വായിക്ക് തെറ്റായിരിക്കുന്നു? ആദത്തിനും അവ്വായിക്കും തെറ്റിയപ്പം പിന്നെ അടുത്ത തലമുറ. ഇപ്പോൾ അപ്പനും അമ്മയും എന്തെങ്കിലും പറയാൻ നേരെ വിപരീതം മക്കൾ ചെയ്യത്തുള്ളൂ. എന്തിന്? കൊച്ചുമക്കൾ ജനിക്കുമ്പം തൊട്ടേ അവരുടെ സ്വാർത്ഥ സ്വഭാവങ്ങൾ. ഒരു മൊബൈൽ കൊടുത്ത് നോക്കി വെച്ച് ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ മൊബൈലൊന്നും തിരിച്ച് ടെമ്പർ ടാൻഡാണ്. കുഞ്ഞിൻ്റെ ഒക്കെ അരച്ചിലും എടുത്തുവകളും അരച്ചിലും കാണാൻ നമുക്കറിയാം. എവിടുന്ന് ആര് പഠിപ്പിച്ചെന്ന്? ആരും പഠിപ്പിക്കേണ്ട. ഇറ്റ് ഈസ് ഇൻബോൺ ഇൻ ദം. ബിക്കോസ് പാപത്തിൻ്റെ അടിമത്വത്തിൽ നമ്മളായിരിക്കുകയാണ്. ഇതൊരു റിവേഴ്സായിട്ട് വന്നില്ലെങ്കിൽ നാശത്തിലേക്ക് തന്നെ പോകും. ഓർക്കണേ, കുറച്ച് കഴിയുമ്പം ഇതിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പല റോബോട്ടുകളും കടന്നു വരും. ഈ മക്കൾ അവസാനം റോബോട്ടിനെ അപ്പനും അമ്മയായിട്ട് കാണുന്ന കാലം വരും. വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് തള്ളിക്കളയുന്നൊരു കാലം വരും. ഇതൊക്കെ ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഭക്ഷണം വിൽക്കുന്ന സ്ഥലമുണ്ടെന്നൊക്കെ കേട്ടാൽ പേടിയാകും. മക്കളെ ദുഷ്ടതയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പനന്മാരുണ്ട്, ഇല്ലേ? ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നില്ലേ? എവിടെയാണ്? 1-ാം അധ്യായത്തിന് നേരെ വിപരീതമായി അങ്ങേറ്റം തെറ്റ് ചെയ്തിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നു. ദൈവം പറഞ്ഞിട്ട് എന്താണ്? ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്താണ് ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്? അതായത് ആദത്തിനകത്തുള്ള ആദത്തിൻ്റെ ഒരു ഭാഗമാകുന്ന അവ്വായെ പുറത്തെടുത്ത് സൃഷ്ടിച്ചപ്പം സ്ത്രീയുടെ സ്വഭാവം അവ്വായിക്കും, പുരുഷൻ്റെ സ്വഭാവം ആദത്തിനും കൊടുത്തിട്ട് ആദം ഈസ് ദ വൺ, അപ്പൻ്റെ ഫിഗർ നിൽക്കുന്നവനാണ് വീടിന് സ്ട്രക്ചർ കൊടുക്കേണ്ടത്.
ഭാര്യ മക്കളെ ഉണ്ടാവും. അമ്മയാകുന്ന സ്ത്രീയെ ഒരു മക്കളെ ഉണ്ടാക്കി ആ ഭവനത്തിനകത്ത് വളർത്താനാണ് ദൈവം ആദ്യം തൊട്ടേ ആഗ്രഹിച്ചത്. അപ്പോൾ അവിടെ സംശയമില്ലായിരുന്നല്ലോ. പുരുഷനും സ്ത്രീയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പുരുഷനും പുരുഷനെന്നുമല്ല, സ്ത്രീയും സ്ത്രീയുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പുരുഷനും സ്ത്രീയും വ്യക്തമായിട്ട് വചനം, ഒരു വേർഡിന് തെറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ കോർട്ടിൽ ആർഗ്യുകയാണെങ്കിലല്ല, അതുപോലെ ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവയും സകല ജന്തുവിനെയും വാഴുവീൻ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ അതത് വിത്തുള്ള വൃക്ഷങ്ങളും മത്സ്യങ്ങളും സാധനങ്ങളും എല്ലാം ദൈവം വിത്തിട്ട് കൊടുക്കുന്നതാണ്. എല്ലാത്തിനും അതത് ഉണ്ടാക്കിക്കോളും. മനുഷ്യൻ മക്കളെ ഉണ്ടാക്കാനാണ് ദൈവം ഉദ്ദേശിച്ചത്. ബി ഫ്രൂട്ട്ഫുൾ. പുരുഷനും പുരുഷനും കൂടെ അല്ല വിവാഹം, സ്ത്രീയും സ്ത്രീയും കൂടെ അല്ല വിവാഹം. വേദപുസ്തകത്തിൻ്റെ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ്, കോർണർ സ്റ്റോൺ തെറ്റിയാൽ എവിടെ പോകും? നമ്മളിതൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരും കൂടെ ഉണ്ട്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഓർക്ക് പറയാൻ പോലും വയ്യാത്ത സ്റ്റേജ് ആകുകയാണ്. അത് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രാത്രികാലങ്ങൾ പുരുഷൻ സ്ത്രീയായിട്ടും സ്ത്രീ പുരുഷനായിട്ടും ഡ്രസ്സ് ചെയ്ത് ആളുകളെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ചിലപ്പോൾ. അതൊക്കെ പാപത്തിൻ്റെ എഫക്റ്റ്. പക്ഷെ ദൈവം പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ ആക്കാനാണ് പുത്രനെ അയച്ചു തന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞേച്ച് ദൈവത്തിന് ഒരു മടിയും കൂടെ അത് കുറ്റം പറയുമ്പോൾ ആരാ ദൈവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു വിഷയം എടുക്കുമ്പം ദൈവത്തിൻ്റെ വേദനയാണ് എനിക്ക് തോന്നിക്കുന്നത്. ഞാൻ ആരെയും കുറ്റമല്ല പറയുന്നത്. തിങ്സ് ഹവ് ചേഞ്ച്ഡ്. സത്യത്തിൽ നമ്മൾ മാറിപ്പോയി. തിരിച്ചു വരണം. നമ്മൾ കുറച്ച് പേർ, ഒരു മൈനോറിറ്റി മതിയല്ലോ. ഒരു ഗിദെയോൻ മതിയായിരുന്നല്ലോ, ഒരു മോശ മതിയായിരുന്നല്ലോ, ഒരു യേശു മതിയായിരുന്നല്ലോ. 12 ശിഷ്യന്മാരിൽ ഓരോരുത്തരെ ഓരോ സ്ഥലത്തോട്ടല്ലേ, കോണ്ടിനെന്റിലോട്ട് തിരിച്ചുവിടുകയല്ല. അവിടെയെല്ലാം വ്യത്യാസം വരുത്തിയല്ലോ. ഒത്തിരി പേര് വേണ്ട, ആരെങ്കിലും ഒരാൾ. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഈ പ്രയർ ഗ്രൂപ്പിനകത്ത് ഞാൻ എപ്പോഴും പറയും, ഓരോ വ്യക്തിയിലുമുള്ള ദൈവത്തിൻ്റെ താലന്തുകൾ പുറത്തോട്ട് വന്നിട്ട് അവർ തീ കത്താൻ തുടങ്ങി. അത് മതി ലോകം മുഴുവനും ശുദ്ധിയാക്കാൻ. എല്ലാവരും തീ കത്തണം. ഒരു കുടുംബം, ഒരു 10 കുടുംബം ഒരു ദേശത്ത്, ഒരു ചെറിയ ടെറിട്ടറി 10 കുടുംബം ഉറപ്പോടെ ദൈവത്തിന് എന്നാൽ ആ ദേശം ശുദ്ധമാകും. കാരണം ദൈവം പറയുന്നുണ്ടല്ലോ, ദൈവം ഈ സോദോം ഗൊമോറ നശിപ്പിക്കാൻ നേരത്ത് അബ്രഹാമിനോട് സംസാരിക്കും. ഞാൻ എൻ്റെ ദാസനെ അബ്രഹാമിനോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ അബ്രഹാമിനോട് ചോദിക്കും, പറയുന്നു നീതിമാന്മാരും ഇല്ലാത്തതിനാൽ അതിനെ നശിപ്പിക്കാൻ പോകും തീയിട്ട്. അപ്പോൾ അബ്രഹാം ചോദിക്കുന്നത് 50 പേരുണ്ടെങ്കിൽ 50 നീതിമാൻ. പറഞ്ഞ് 10 കൊണ്ടുവന്നു. 10 നീതിമാൻ. 10 നീതിമാൻ പോലും സോദോമിൽ ഇല്ലായിരുന്നെന്ന്. ഇവിടെ എത്ര നീതിമാന്മാർ കാണും? ദൈവം നോക്കുമ്പോൾ ഒരാളെങ്കിലും ഉണ്ടോ? 10 പേരുണ്ടോ? ഏതൊരു കമ്പനിയിലും 20% മാത്രം ആളുകൾ വർക്ക് ചെയ്തിട്ടാണ് കമ്പനി റൺ ചെയ്യുന്നത്. ബാക്കി 80% ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ കഴിവുള്ളവരുണ്ടെങ്കിൽ, കഴിവ് കൊണ്ടെങ്കിൽ നീട്ടാനൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നിട്ട് കർത്താവ് ഇതെല്ലാം സൃഷ്ടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കുടുംബമെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് മക്കളെ ഉണ്ടാക്കി സമൂഹത്തിന് യോഗ്യമായി ദൈവത്തെ അറിയുന്ന ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാനും ആ കുടുംബത്തിൽ നിന്ന് പിന്നെ പല കുടുംബങ്ങളുണ്ടാകാനും അങ്ങനെ സ്നേഹവും സമാധാനവും സപ്പോർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുമാണ് കുടുംബം വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബീങ് ഇൻഡിപെൻഡൻറ്റ്. ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ, അതിപ്പോൾ എല്ലാവർക്കും കഴിയും, മെഷീനറി വന്നോട്. ഇറ്റ് ഈസ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്. I have to depend on my husband has to depend on me, the children has to depend upon the father and mother and parents, ബാക്കിയുള്ളവർ. അവിടെയാണ് സമാധാനം. അവിടെയാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്രയോ ശുഭകരം. അഹറോൻ്റെ താടിയിൽ കൂടി ഒഴുകുന്ന വിശുദ്ധ തൈലം. ഇതൊക്കെ എന്തിനാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത്? ബിക്കോസ് ഗോഡ് ഈസ് ട്രൈങ് ടു റീബിൽഡ് സംതിങ്. മേ ബി എൻ്റെ വചനമായിരിക്കും, മേ ബി ഇത് കേട്ടിട്ട് വേറൊരാളെ ഉയർത്താനായിരിക്കും, ഇത് ഏറ്റെടുക്കാൻ. ദൈവദൂത് പറയാൻ വിശുദ്ധ ദൂതുകൾ സത്യ അടിസ്ഥാനത്തിൽ, വേദപുസ്തകത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ. ഇപ്പം ഞാൻ കോടതിയിൽ ആർഗ്യുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആർഗ്യൂ ചെയ്യാൻ, ഇപ്പോൾ ഈ ലെസ്ബിയൻസിൻ്റെയൊക്കെ സ്ത്രീയും കല്യാണം കഴിക്കുന്നു, പിന്നെ കോമൺ ലോ വൈഫ്, ഇതൊന്നും വേദപുസ്തക അടിസ്ഥാനത്തിലല്ലല്ലോ. അതെല്ലാം
കാലാകാലങ്ങളിൽ അത് ആർഗ്യൂ ചെയ്യാൻ വക്കീലന്മാരില്ലാതെ പോയി. അപ്പം ഒരു കൂട്ടർ അവരുടേതായിട്ടുള്ളൊരു സംഘം, അവർ കാശ് കൊടുത്തിട്ട് എന്തും ചെയ്തിട്ട് മ്ലേച്ഛതയ്ക്ക് അതിന് ബ്രൈബ് ചെയ്ത് അതിന് പറ്റിയ ജഡ്ജ്മെൻ്റ് എഴുതി വെച്ച് മനുഷ്യൻ മൃഗത്തെ പോലെ ആയാൽ ആരെയാ കുറ്റം പറയേണ്ടത്? ദൈവമാണോ? സത്യം ചെയ്തു കൊടുക്കാൻ ന്യായം പ്രവർത്തിക്കേണ്ടവർ പോലും ന്യായത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. സത്യം എന്തെന്ന് വിളിച്ചു പറയാൻ പോലും വയ്യാത്തൊരു കാലമായി മാറി. നമുക്ക് വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം പ്രാർത്ഥന കേൾക്കും. ഒരു ഗിദെയോന്, ഒരു മോശെ, ഒരു യേശു മതി. അതേത് തലമുറയിൽ നിന്നും വരേണ്ടത് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ കർത്താവിനറിയാം അതെങ്ങനെ നിലനിർത്തണം. മനുഷ്യൻ എന്തൊക്കെ കാണിച്ചാലും ഒരു രക്ഷിത ഗണം, ഒരു റെമനൻ്റ് ദൈവം ഉണ്ടാക്കി വെക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതിൽ ഞങ്ങളൊക്കെ കർത്താവിൻ്റെ ആത്മാവിൽ നിൽക്കാൻ തക്കവണ്ണം, തലമുറ നിൽക്കാൻ ഒരു ബലം തന്ന്, കൃപ തന്ന്, കരുണ തന്ന് നിർത്തണം. ആർക്കും സ്വയമേ നിൽക്കാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്താതെ ഇത് നടക്കത്തുമില്ല. ഇതെല്ലാവർക്കും വിളിച്ചു പറയാനുള്ള അവകാശവും ഇല്ല, അധികാരവും ഇല്ല. ആത്മാവിൻ്റെ തീയിലാണ് ഇത് പോകുന്നത്. ഈ വചനം തീ പോലെ കടന്നു ചെന്ന് അനേക കുടുംബങ്ങളിൽ സംശയത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നവർ, തലമുറകൾ നശിച്ചു പോകുന്നിടത്ത് ആണും പെണ്ണും ഒന്നിച്ച് ജീവിച്ച്, പുരുഷനും സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ദൈവത്തിൻ്റെ കൈക്കീഴിൽ ജീവിച്ച് കർത്താവിൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് കയറി വരാൻ ദൈവം വിളിക്കുമ്പോൾ സ്വാർത്ഥമായ ചിന്തയുമായിട്ട് തലമുറകൾക്ക് വിപരീതമായിട്ട് സ്വന്തം മക്കളെ പോലും യാഗവസ്തുവാക്കി അർത്ഥം ബാലും വിഗ്രഹങ്ങൾക്കും കൊടുക്കുന്ന ഒരു ജനത ഉണ്ടാകാൻ ഇട്ടയാക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിയോഗിച്ച തൻ്റെ തലമുറകൾ, തൻ്റെ സന്തതികൾ, തൻ്റെ ഛായൽ സ്വരൂപത്തിലുള്ള മക്കൾ, ദൈവത്തിൻ്റെ പ്രതിച്ഛായായിട്ട് നിൽക്കുന്ന മക്കൾ നിൻ്റെ മഹത്വത്തിനനുസരിച്ച് നീ വളർത്തിക്കൊണ്ടുവന്ന് നിൻ്റെ ആ കെട്ട് ഉറപ്പിനകത്ത് നിർത്തി അവരെ കുടുംബമായിട്ട് നയിക്കണമേ. ഓരോ കുടുംബത്തിനും സ്വർഗത്തിലും ഭൂമിയിലുള്ള കുടുംബങ്ങൾക്ക് പേർ ചൊല്ലി വരുത്തിയവൻ നീയാണെന്ന് എഫേഷ്യൻസ് 3:6 13-14 എഴുതിയിരിക്കും. സകല കുടുംബങ്ങൾക്കും, സ്വർഗത്തിലുള്ളതിനും ഭൂമിക്കുള്ളതിനും കുടുംബങ്ങൾക്ക് പേരിട്ടവൻ നീയാണെങ്കിൽ ആ കുടുംബം നിലനിർത്താനും നീ മതിയായവൻ. വചനമെടുത്ത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കണം. അപ്പച്ചൻ ആത്മാവിൽ ദൈവദൂത ഗണങ്ങളെ വിളിച്ച് ദൂരത്ത് മാറി നിൽക്കുന്ന, എന്തെന്നറിയാതെ അകന്ന് നിൽക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ വികടമായി നിൽക്കുന്നത്, മക്കൾ വിവേകമില്ലാതെ ദൂരെ മാറി നിൽക്കുന്നവർ, അമ്മയപ്പന്മാർ കണ്ണുനീരോടെ മക്കളുടെ തിരിച്ചുവരവ് നോക്കുമ്പോൾ ദൈവദൂതന്മാരെ അയച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അറസ്റ്റ് വാറണ്ടുമായിട്ട് പോയി എല്ലാത്തിനും തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഓർഡർ അയക്കുകയാണ്. സംഭവിക്കട്ടെ അപ്പച്ച, അങ്ങനെ സംഭവിക്കണം കർത്താവേ. നീ അധികാരത്തോടെ എഴുന്നള്ളി വരണം. പരിശുദ്ധാത്മ അത് ചെയ്യാൻ ചെയ്യുന്ന കർത്താവ്. എൻ്റെ വചനമാണ് അയച്ചതെങ്കിൽ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനം ജീവനാണ്. അത് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. അത് അയക്കാൻ അടിയനെ നിർത്തിയിരിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് പറയുക പക്ഷേ അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവ് ഒരു മൊർദെഖായി വേണമല്ലോ, ഒരു എസ്തേർ വേണമല്ലോ, ഒരു ദെബോറ വേണമല്ലോ, ഒരു യേശു വേണമായിരുന്നല്ലോ മനുഷ്യനെ സ്വീകരിക്കാൻ, തിരിച്ചു കൊണ്ടുവരാൻ. ആ യേശുവിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മറിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ പറയുന്നതിനും സ്വർഗത്തിൽ വിലയുണ്ട്. നിന്നിൽ നിന്ന് മാറിയൊന്നും പറയാൻ ഞങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ വിപരീതമായിട്ടൊന്നും പറയാൻ അനുവദിക്കില്ലേ. എൻ്റെ ആത്മാവ് ക്രിയ ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.